ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഫിഷ് മോളിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടുന്ന മസാല, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടുന്ന മസാലയാണ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങാനീരും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച ശേഷം ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് പരുവമാകുന്നോടനെ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചതൊന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിച്ച് കിട്ടും. അന്നേരം ഇതെല്ലാം നന്നായിട്ട് മീൻ കഷ്ണങ്ങളിൽ പുരട്ടി അതൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്നോടനെ മീൻ കഷ്ണങ്ങൾ പറക്കി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുത്ത് അധികം അങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ. അതിന് മുമ്പേ തിരിച്ച് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒന്ന് ഒരുവിധം വെന്ത് വരുന്ന പരുവമാകുന്ന ഉടനെ ഇത് നമുക്ക് പാനിൽ നിന്നും കോരി മാറ്റാം. ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് പറയട്ടെ, എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെല്ലാം മാറ്റിയ ശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുന്ന ഉടനെ അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച വെളിച്ചെണ്ണയുണ്ടല്ലോ, ആ മീൻ വറുത്ത വെളിച്ചെണ്ണ അതുകൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, പെരിഞ്ചീരകവും കൂടിയിട്ട് അതും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇടണം. അതും ഇട്ട് നന്നായിട്ട് അതും വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വരുന്ന ഉടനെ അതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കണം. അതും ഇട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മീനിൻ്റെ നമുക്ക് മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പാകും. അന്നേരം അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ട് വരുന്നോടനെ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് അതും വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചക്കുത്തെല്ലാം ഒന്ന് മാറി വരുന്നോടനെ നമുക്ക് അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതൊന്ന് തിളച്ച് വരുന്നോടനെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് പറക്കിയിട്ട് കൊടുക്കണം. പൊടിഞ്ഞു പോകരുത് കേട്ടോ. അത് പൊടിഞ്ഞു പോകാതെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് ഒന്ന് ഒതുക്കി വെച്ച ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ മീൻ കഷ്ണങ്ങളിലെല്ലാം ഈ മസാലയുടെ ടേസ്റ്റും ഈ മസാലയ്ക്കകത്തിൽ ഈ മീൻ കഷ്ണങ്ങളുടെ ടേസ്റ്റും എല്ലാം വരത്തക്ക പോലെ നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുന്നോടനെ തുറന്നതിന് ശേഷം അല്പം വിനാഗിരിയും ഒഴിച്ച് അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാനിടയാകരുത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാകുകയാകാവൂ. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു തക്കാളി റൗണ്ടിൽ അരിഞ്ഞത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഒതുക്കി വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. വീഡിയോസ് കാണുന്നവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.